ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3000-ൽ-ഒരുവൻ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, ആരുടെ മുഖത്ത് നോക്കിയും എന്തും തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരാളാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഐശ്വര്യ രാധാലക്ഷ്മി, സ്വാഗതം. ഇപ്പൊ നിങ്ങൾ ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ നാളെ വീണ്ടും ഒരു ഷിംജിത വളരാനുള്ള സാഹചര്യമല്ലേ കൊടുക്കുന്നത്? അത് ശരിയാ. ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. ചിരിച്ചോണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. കണ്ടാ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്ത് അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ കണ്ടു, അവനത് ചെയ്തു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള ആ സ്മൈൽ ആയിരിക്കും അവരുടെ ഫേസിൽ ജെന്യൂൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവൻ എന്നെ അല്ല അങ്ങനെ ചെയ്തു, തോന്നിയ ഒറ്റ ഒരാള് ഐശ്വര്യ ആയിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. പറയുന്ന ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ ടീനേജ് ആയത് ഐശ്വര്യ തന്നെ പറഞ്ഞല്ലോ ഷിംജിതയ്ക്ക് 2 കുട്ടികളുണ്ടെന്ന്. ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല. മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത്. ഇത്ര പബ്ലിസിറ്റി കൊടുത്ത്, ഇത്ര റൊമാൻറ്റിസൈസ് ചെയ്ത്, ഇത്ര ഗ്ലോറിഫൈ ചെയ്തൊരു ഫേസ് കാണിക്കുന്ന ഞാൻ അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്നും ഞാൻ നോക്കൂല. ജിതയ്ക്കും ഉണ്ട് ഫാമിലി, മക്കളുണ്ട്. ചിലപ്പോ അമ്മയുടെ മകൻ ടിവിയിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ കാണും. പോലീസ് വരുമ്പോഴൊക്കെ മക്കൾക്ക് ടെൻഷൻ ആയിരിക്കും, കരച്ചിലായിരിക്കും. ഓഫ് കോഴ്സ് അവർക്കും ഫീലിങ്സ് ഉണ്ട്. അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ? ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്ക്. അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞങ്ങൾ. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. വരുമാനം നിൽക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട്, 2 കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഒരിക്കലും അല്ല. അത് നമ്മളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. തലയ്ക്കകത്ത് എന്താണ് ചെളിയാണോ? അവൻ അയാളെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ടല്ലേ, അവരെ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യന് ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല. ഞാൻ സംസാരിച്ച 100 കണക്കിന് ആൾക്കാർ അത് പറഞ്ഞിട്ട്. ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് അതെങ്കിലും പറഞ്ഞ് തട്ടി. ഇതുപോലൊരു വീഡിയോ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? അത് ഉത്തരം പറ. എന്റെ അച്ഛനൊരു അബ്യൂസറാണ്. ഞാൻ അയക്കെതിരെ കേസ് കൊടുത്തു. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എന്റെ അച്ഛൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും, അയാളെ അകത്താക്കുകയും ചെയ്യും, അയക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യും. ഞാൻ എന്റെ അച്ഛന്റെ എതിരെ 28 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. ഇങ്ങനെ സ്ഥാനത്ത് ചേച്ചിയുടെ അച്ഛനാണ്. ഇപ്പൊ ഇതുപോലെ ആണെങ്കിൽ ചേച്ചി ഷിംജിതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോ ആ ചേച്ചിക്ക് വീട്ടിലെ ഇമോഷൻസ് ഒന്നും കാര്യമില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. മാത്രമാണ് ഇമോഷൻ അല്ല. എന്റെ വീട്ടിൽ മാത്രം ഇമോഷൻ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ. അപ്പൊ നിങ്ങൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻ മാത്രം നോക്കുന്ന എന്താ? അവർക്ക് 2 മക്കളുണ്ട്. ആളുടെ ഇമോഷനെ ഞാൻ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. കേസ് വന്ന ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന ഐശ്വര്യ എന്തുകൊണ്ട് മുമ്പ് ഇതുപോലൊരു കേസ് വന്നപ്പോ മറ്റേ കഷായം ഗ്രീഷ്മ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സംസാരിച്ചില്ല? ഏരിയ ഇത് അപ്പൊ ഐശ്വര്യയുടെ ഏരിയ, എന്റെ ഏരിയ. ഒരു മോബ് തീരുമാനങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എടുക്കുന്നത് നല്ലതല്ലെന്നേ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് ശരിയാണോ? എന്നും പുരുഷന്മാർ മാത്രമാണ് തെറ്റുകാര്. അവർ മാത്രമാണോ? വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലത്തെ ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. നമുക്കൊരു വിചാരമുണ്ട്. ഇപ്പൊ എന്ത് നടന്നാലും എന്തെങ്കിലും വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളക്കേസ്, അവൻ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ പോരെ? ഇല്ലെങ്കിൽ ഒരു 5 വർഷം അവന്റെ കൂടെ താമസിച്ചിട്ട് ഒരു സമയത്ത് അടി ഉണ്ടാക്കുമ്പോ ഈ 5 വർഷം കൊണ്ട് അവൻ എന്നെ പീഡിപ്പിക്കായിരുന്നു പോയി കേസ് കൊടുത്താൽ പോരെ? അങ്ങനെ നടക്കുന്ന കാര്യങ്ങളില്ല. മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു. ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, ഒരു കുട്ടിയുണ്ട്, ആളിപ്പോ ഇല്ല. അപ്പോ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നു? ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ നിങ്ങളെ കൊണ്ടുള്ള ആൾക്കാരുടെ ചിന്തയും ചോദ്യങ്ങളുണ്ടല്ലോ, ഇത് തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ മെയിൻ കാരണം. ഇമ്മാതിരത്തെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് ചൊറിയേണ്ട ഒരു കാര്യം. ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. നിങ്ങൾ മോറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, മൊറാലിറ്റിയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാനൊരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുന്ന സമയത്ത് ഇങ്ങനെയല്ല അതിനെ റെസ്പോണ്ട് ചെയ്യും. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്. കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും.
അല്ല നിങ്ങൾ എന്നെ മുമ്പേ ഇതിനെ കുറിച്ച് അതൊന്നും ഒരു തെറ്റല്ല. നിങ്ങൾ ആരും ചെയ്യാത്ത കാര്യം അല്ല അങ്ങനെ പറയുന്നില്ല. നിങ്ങളെല്ലാവരും പുണ്യാളന്മാരാണ്. ഈ ലോകത്തിൽ ആരും ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരനെ അവിഹിതം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, വൃത്തികെട്ട ചിന്താഗതി. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വേറെ രീതിയിൽ അടി. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇനി എന്തായാലും താല്പര്യമില്ല. ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഇതിന് മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാനും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ ഞാൻ ഇവിടുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഉദ്ദേശമൊന്നും എനിക്ക് ഒരു ദേഷ്യമല്ല, എനിക്ക് താല്പര്യമില്ല. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മതി. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പോർട്രേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സാധനം ഇത് മതി. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടുന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ മണ്ടിയാവും. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.